നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. വിദേശ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവകൾ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ട്രംപ്. അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവ ട്രംപ് ഭരണകൂടം ചുമത്തി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതിയും ചുമത്തി. ട്രംപിന്റെ തീരുമാനം ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകുന്നതാണ്. 26% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയിരിക്കുന്നത്. ചൈനയ്ക്കെതിരെ 34%, യൂറോപ്യൻ യൂണിയൻ 20%, ജപ്പാൻ 24% എന്നീ രാജ്യങ്ങൾക്കാണ് കൂടുതൽ നികുതി ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടി തീരുവയാണ് പ്രഖ്യാപിച്ചത്. തന്റെ പ്രഖ്യാപനത്തിനു ശേഷം പകരം തീരുവ സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അടുത്ത സുഹൃത്താണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്കയിലെ നിർമ്മാണ മേഖല പുനർജീവിപ്പിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും തീരുവ നടപടികൾ അനിവാര്യമാണെന്നും അമേരിക്ക സുവർണകാലത്തേക്ക് മടങ്ങുന്നുവെന്നും ചരിത്ര മുഹൂർത്തമാണിതെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ വിമോചന ദിനമെന്നാണ് ട്രംപ് ഈ ദിവസത്തെ വിശേഷിപ്പിച്ചത്. US എന്ന വ്യാവസായിക ശക്തിയുടെ പുനർജന്മമാകും ഇനി കാണുകയെന്നും US ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ഓഹരി വിപണികൾ ഇടിഞ്ഞു. ഡൗ ജോൺസ് സൂചിക 256 പോയിന്റും നാസ്ഡാക്ക് സൂചിക 2.5% ഇടിഞ്ഞു. ഇന്ത്യയിൽ 52% തീരുവയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ 26% തീരുവ ചുമത്തുമെന്ന് ട്രംപ് മറുപടി നൽകി. ഇന്ത്യയിൽ നിന്നുള്ള അലുമിനിയം, സ്റ്റീൽ, ഓട്ടോമൊബൈൽ ഇറക്കുമതിക്ക് ഇതിനകം US അധിക തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം ഏപ്രിൽ 9 പകരം തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. വിശുദ്ധവാരത്തിൽ റോം സന്ദർശിക്കാനൊരുങ്ങി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. കത്തോലിക്ക വിശ്വാസത്തെ ദൃഢമായി പിഞ്ചെല്ലുന്ന, ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൈസ്തവ നേതാവിന്റെ ഉത്തമ മാതൃക പല പ്രാവശ്യം പ്രതിഫലിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് വാൻസ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണെന്ന തിരുവചനം ജീവിതത്തിൽ അന്വർത്ഥമാക്കാനുള്ള വാൻസിന്റെ പ്രയത്നങ്ങൾ മാധ്യമശ്രദ്ധ നേടിയവയാണ്. വിശുദ്ധവാരത്തോടനുബന്ധിച്ച് റോം സന്ദർശിക്കുവാൻ US വൈസ് പ്രസിഡന്റ് JD വാൻസ് പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. യാത്രയുടെ തീയതി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഏപ്രിൽ 18 ദുഃഖവെള്ളിയാഴ്ച റോമിലെത്താനും ഏപ്രിൽ 20 ഈസ്റ്റർ ഞായറാഴ്ച വരെ റോമിൽ ചെലവിടാനും വൈസ് പ്രസിഡന്റ് പദ്ധതിയിടുന്നതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. സന്ദർശനം സ്ഥിരീകരിക്കുന്ന കത്തിടപാടുകൾ കണ്ടതായും എന്നാൽ പദ്ധതികളിൽ മാറ്റം വരാമെന്നും ഒരു ഉദ്യോഗസ്ഥൻ അറിയിച്ചതായും വാർത്താ ഏജൻസി വ്യക്തമാക്കി. JD വാൻസും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏകോപിപ്പിക്കാൻ അമേരിക്കയിലെ നയതന്ത്രജ്ഞർ ശ്രമിച്ചിരുന്നു. സന്ദർശനം ഈസ്റ്റർ വാരാന്ത്യവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് വ്യക്തമല്ല. എന്നാൽ അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ വാൻസ് തന്റെ വിശ്വാസത്തെ ശക്തമായി മുറുകെ പിടിക്കുന്ന നേതാവ് കൂടിയാണ്. വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള വൈസ് പ്രസിഡന്റിന്റെ തീരുമാനമായി ഇതിനെ നിരീക്ഷിക്കുന്നവരുമുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും കത്തോലിക്ക പ്രബോധനങ്ങളെക്കുറിച്ചും ആഴമേറിയ കാഴ്ചപ്പാടുള്ള വ്യക്തി കൂടിയാണ് വാൻസ്. ഭ്രൂണഹത്യയെ ശക്തമായി അപലപിച്ചും ജീവൻ ദൈവത്തിന്റെ സമ്മാനമാണെന്ന് പ്രഘോഷിച്ചും അദ്ദേഹം നിരവധി തവണ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 20 കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിന്റെ പ്രധാന വേദിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് വാൻസ് പറഞ്ഞിരുന്നു. ലോകത്തിൽ ക്രൈസ്തവ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും കത്തോലിക്കർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്ത്. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും കത്തോലിക്കർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. ഒബ്സർവേറ്ററി ഓൺ ഇൻടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പിന്റെ OIDCA റിപ്പോർട്ട് 2024 പ്രകാരം 2023 35 യൂറോപ്യൻ രാജ്യങ്ങളിലായി 2444 ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തി. ഭീഷണിയും പീഡനവും മുതൽ ശാരീരികമായ അക്രമം വരെയുള്ള 232 വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ പകുതിയോളം ആക്രമണങ്ങൾ നടന്നത് ഫ്രാൻസിലാണ്. 2023 മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ പൊന്തിഫിക്കൽ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും സമാന പ്രവണതയാണ് കാണുന്നത്. മറ്റുള്ള മതവിശ്വാസങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ചില പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങൾക്കായി വാദിക്കുന്ന വ്യക്തികളോ ഗ്രൂപ്പുകളോ നേതൃത്വം നൽകുന്ന അക്രമ സംഭവങ്ങളിൽ ഗണ്യമായ വർധനവുള്ളതായി ASEANന്റെ റിപ്പോർട്ടിൽ പറയുന്നു.
ആക്രമണങ്ങൾ പ്രധാനമായും മതസമൂഹത്തിലെ അംഗങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ഗർഭചിത്രത്തെ അനുകൂലിക്കുന്നവരുടെയും ഫെമിനിസ്റ്റ് അനുകൂല ഗ്രൂപ്പുകളിലെയും അംഗങ്ങളും ജെൻഡർ ഐഡിയോളജി പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പുകളുമാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അർജന്റീന, ബൊളീവിയ, ബ്രസീൽ, ചിലി, കൊളംബിയ, കോസ്റ്റാറിക്ക, ഗ്വാട്ടിമാല, ഹെയ്തി, മെക്സിക്കോ എന്നിവിടങ്ങളിൽ മതവിശ്വാസങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, നശീകരണ പ്രവർത്തനങ്ങൾ, അവഹേളനം, മതവികാരങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഉണ്ടായതായി ACN റിപ്പോർട്ട് ചെയ്തു. ക്രിസ്ത്യാനികൾക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യത്തിന്റെ സമീപകാല ഉദാഹരണമാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ അവതരിപ്പിച്ച അന്ത്യത്താഴത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കാരമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കത്തോലിക്കരും ക്രിസ്ത്യാനികളും പൊതുവെ ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് മറ്റൊരു വിഭാഗത്തിന് സംഭവിച്ചാൽ അനന്തരഫലങ്ങൾ ഉടനടിയുണ്ടാകും. ക്രിസ്ത്യൻ ലോയേഴ്സ് ഫൗണ്ടേഷന് പ്രസിഡന്റായ പൊളോണിയ കാസ്റ്റെല്ലാനോസ് പറഞ്ഞു. സിറിയയെ വിഭജിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായി ആരോപണം. ഇറാഖിലെ ഇറാനിയൻ അനുകൂല മിലീഷ്യ ഭീകര നേതാവായ ഖൈസ് ഖലാസിയാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിറിയയോടൊപ്പം ഇറാഖിന്റെ ഭാഗമായ ചില പ്രദേശങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. ഇറാഖിലെ ശക്തമായ ഇറാനിയൻ അനുകൂല മിലീഷ്യയായ അസൈബ് അഹൽ അൽ അഖിന്റെ നേതാവാണ് ഇസ്രായേലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഖൈസ് ഖസാലി. 2017 ഹിസ്ബുള്ള തീവ്രവാദികൾക്കൊപ്പം ഖസാലി ലെബനോനിൽ ഇസ്രായേൽ അതിർത്തി കാണാനെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ പലതവണ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാഖി മിലീഷ്യ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിറിയയെ വിഭജിക്കാനുള്ള ശ്രമവുമായി ഇസ്രായേൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുവെന്നാണ് അസൈബ് അഹൽ അൽ അഖിന്റെ തലവന്റെ ആരോപണമുണ്ടായിരിക്കുന്നത്. യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇസ്രായേലി നിയന്ത്രണം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ ഡേവിഡ് ഇടനാഴി പദ്ധതിയിൽ ഇറാഖിന്റെ അതിർത്തിക്കുള്ളിലെ പ്രദേശങ്ങളും ഉൾപ്പെടുന്നുവെന്നാണ് ഖൈസ് ഖസാലി ആരോപിക്കുന്നത്. ഇറാഖിലെ മറ്റ് ഷിയ അനുകൂല ഇറാനിയൻ മിലീഷ്യകളെ പോലെ ഖസാലിയും സംഘവും കുർദിഷ് വിരുദ്ധരാണ്. കുർദുകൾ ഇസ്രായേലും അമേരിക്കയുമായി നല്ല ബന്ധത്തിലാണെന്നാണ് ഖസാലി അവകാശപ്പെടുന്നത്. നിലവിലുള്ള സഹകരണം കണക്കിലെടുത്ത് ഇറാഖിലെയും സിറിയയിലെയും കുർദിഷ് ദേശങ്ങളിൽ എത്തിച്ചേരുക എന്നതാണ് ഇസ്രായേൽ പദ്ധതി. ഇസ്രായേൽ കടന്നുകയറ്റവും സിറിയൻ പ്രദേശത്തിന്റെ അധിനിവേശവും സിറിയൻ പ്രദേശം കൈവശപ്പെടുത്താനും അതുവഴി യൂഫ്രട്ടീസ് നദിയിലെത്തുക എന്ന വലിയ ലക്ഷ്യം കൈവരിക്കാനുമുള്ള അവരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് പ്രാഥമികമായി ഡേവിഡ് ഇടനാഴിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് ഖൈസ് ഖലാസി ആരോപിക്കുന്നത്. ഖലാസിയുടെ ഈ ആരോപണത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. അതേസമയം സിറിയയിലെ കുർദുകൾ അധികവും താമസിക്കുന്നത് US പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലാണ്. നിർണായക തീരുമാനവുമായി ഇസ്രായേൽ. തെക്കൻ ഗാസയിലേക്ക് മുന്നേറുന്ന ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ഗാസയ്ക്ക് കുറുകെ ഒരു പുതിയ സുരക്ഷാ ഇടനാഴി നിർമ്മിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇപ്രകാരം വ്യക്തമാക്കിയത്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തെക്കൻ ഗസയെ, പ്രത്യേകിച്ച് റാഫ പ്രദേശത്തെ ഗസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം. ഗാസയിലെ സൈനിക നടപടി മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും ഗാസയിൽ ഒരു രണ്ടാം ഫിലാഡൽഫി റൂട്ട് സൃഷ്ടിക്കുകയാണെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഈജിപ്റ്റ് അതിർത്തിയായ റാഫയെ വേർതിരിക്കുന്ന ഇടനാഴിയാണ് ഇസ്രായേൽ ഇപ്പോൾ നിർമ്മിക്കുന്നത്. റാഫയെ ഖാൻ യൂണിസിൽ നിന്നും വേർതിരിക്കുന്ന റൂട്ടാണിത്. മൊറാഗ് ഇടനാഴി എന്നാണ് ഈ ഇടനാഴിയുടെ വിളിപ്പേര്. 2005 ഗാസയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങിയപ്പോൾ സൈന്യത്തിന്റെ വാസസ്ഥലമായിരുന്നു ഇവിടം. ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഹമാസിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ റാഫ നഗരത്തെ മറ്റ് ഗാസൻ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കുക എന്നതാണ് ഇസ്രായേൽ നടപടിയുടെ ലക്ഷ്യം. അതേസമയം ഇസ്രായേൽ സേന ഇപ്പോൾ ഗാസ സിറ്റി ഉൾപ്പെടെയുള്ള വടക്കൻ ഗാസയുടെ 1/3 ഭാഗത്തെ തീരപ്രദേശ മേഖലയിൽ നിന്നും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയിലും സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിയന്ത്രണം തുടരുന്നു. അങ്ങനെ ഗാസയിലുടനീളം ഇസ്രായേൽ സേന നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിലവിൽ ഗാസയിലെ 2 ഇടനാഴികളും ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഗാസയെ കീറിമുറിച്ച് മെഡിറ്ററേനിയൻ കടലിലേക്കാണ് പോകുന്നത്. ബന്ദികളെ കൈമാറുന്നതുവരെ ഗാസയിലെ ഉപരോധം അതോടൊപ്പമുള്ള സൈനിക നീക്കം ശക്തമായി തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കും. വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങുകയും മധ്യ ഗാസയിലേക്ക് ഗാസയിലെ പൗരന്മാരെ ഒഴിപ്പിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഒപ്പം ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനിക ഡിവിഷനുകൾ 3ആയി ഉയർത്തിയിട്ടുണ്ട്. ഹമാസിന്റെയും മറ്റ് ഭീകര ഗ്രൂപ്പുകളുടെയും 50 കേന്ദ്രങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു. ജബാലിയയിൽ ഒരു UN ക്ലിനിക്കിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടതായും സൈന്യം അവരെ ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം വടക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേൽ നഗരമായ സ്തെറോട്ടിലേക്ക് ഹമാസ് റോക്കറ്റുകൾ അയച്ചതായും ഇസ്രായേൽ അത് പ്രതിരോധിച്ചതായും
സൈന്യം ഗാസയിൽ വിവിധ നഗരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകുവാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകി വരികയാണെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഹമാസ് ഭീകരരുടെ തടവിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി ഒഹദ് ബെൻ അമി. വായു കടക്കാത്ത ഭൂമിക്കടിയിൽ പട്ടിണിയും പീഡനവും അനുഭവിച്ചു കഴിഞ്ഞ ഭീകര ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഒഹദ് ബെൻ അമി പങ്കുവച്ചത്. 491 ദിവസങ്ങൾ ഹമാസിന്റെ തടവിൽ കഴിഞ്ഞ ഭീകര ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഒഹാദ് ബെൻ അമി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 30 മീറ്റർ ഭൂമിക്കടിയിൽ മറ്റ് 5 ബന്ധുക്കളോടൊപ്പമായിരുന്നു താമസം. വായു കടക്കാത്ത ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിച്ചിരുന്നത് ഇന്ന് എന്ത് ഭക്ഷണമായിരിക്കും ലഭിക്കുക എന്നായിരുന്നു. എപ്പോൾ എന്ത് കഴിക്കാൻ കിട്ടുമെന്ന് ഊഹിക്കാനാണ് സമയത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചതെന്ന് ഒഹാദ് ബെൻ അമി പറഞ്ഞു. ഓരോരുത്തർക്കും മുഴുവൻ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം കിട്ടുമോ, അതോ പകുതിയെങ്കിലും കിട്ടുമോ, ഒരു കപ്പ് അരി കൂടി കിട്ടുമോ, ബന്ദികളാക്കുന്നവരിൽ നിന്ന് ബാക്കിയാണോ കിട്ടുന്നത് എന്നൊക്കെ നീളും ചിന്തകൾ. എപ്പോൾ ഭക്ഷണം ലഭിക്കും, അടുത്ത ദിവസത്തേക്ക് കരുതി വയ്ക്കാൻ കുറച്ചുണ്ടാകുമോ എന്നൊന്നും തനിക്കും മറ്റ് ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നുവെന്നും ബെൻ അമി കൂട്ടിച്ചേർത്തു. ബന്ദികളാക്കപ്പെട്ടവരിൽ പടർന്നു പിടിച്ച രോഗത്തെക്കുറിച്ചും ബെൻ അമി ഓർത്തു. ആരെങ്കിലും രോഗിയാണെങ്കിൽ പിന്നെ എല്ലാവരും രോഗികളായി മാറും. 6 പേരിലും വയറിളക്കവും വയറുവേദനയും സാധാരണമായിരുന്നു. എന്നാൽ മരുന്നുകൾ ലഭ്യമായിരുന്നില്ല. പകർച്ചവ്യാധികൾ എല്ലാവരെയും ഏറെ ക്ഷീണിപ്പിച്ചു. കാരണം ഇതിലൂടെ ശരീരത്തിലെ ദ്രാവകങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. കടുത്ത പനി കാരണം ബോധം നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങളും ബെൻ അമി ഓർത്തെടുത്തു. ഒഹാദ് ബെൻ അമി തന്റെ ഭൂരിഭാഗം സമയവും തുരങ്കങ്ങളിലായിരുന്നു ചിലവഴിച്ചത്. തുരങ്കത്തിലെ ക്ഷുദ്രജീവികൾ പലപ്പോഴും ശല്യം ചെയ്തിരുന്നു. തണുത്ത ഉപ്പുവെള്ളത്തിൽ ഏതാനും ആഴ്ചകളിലൊരിക്കൽ മാത്രമേ കുളിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും മുഴുവൻ സമയവും ഒരേ സെറ്റ് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്നും ബെൻ അമി പറഞ്ഞു. എൻക്ലേവിലായിരുന്ന സമയത്ത് ബെൻ അമിയോടൊപ്പം ബന്ദികളാക്കപ്പെട്ട മറ്റാളുകളായിരുന്നു എൽക്കാന ബോബോട്ടും യോസഫ് ഹൈം ഒഹാനയും. ഞാൻ പുറത്തിറങ്ങിയാലുടനെ അവരും മോചിപ്പിക്കപ്പെടുമെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ അവർ ഇപ്പോഴും തടവിലാണ്. അവർ എന്താണ് അനുഭവിച്ചതെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും തനിക്കവർ കുട്ടികളെപ്പോലെ ആയിരുന്നെന്നും ബെൻ അമി പറഞ്ഞു. N12 ഫ്രൈഡേ സ്റ്റുഡിയോ ഷോയിലാണ് ഒഹാദ് ബെൻ അമി ഹമാസിന്റെ തടവിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. കാൻസസ് സെനക്കയിലെ ഫാദർ അരുൾ കരസാലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒക്ലഹോമയിലെ തുൽസയിൽ നിന്നുള്ള 66-കാരനായ ഗാരി എൽ ഹെർമിഷിനെ അറസ്റ്റ് ചെയ്തു. ഹെർമിഷിനെ നെമഹ കൗണ്ടി ജയിലിൽ അടച്ചതായി കാൻസസ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഹെർമിഷിനെതിരെ ഇതുവരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിട്ടില്ല. വ്യാപാര യുദ്ധം ശക്തമാകുന്നു. US-ന്റെ പകരച്ചുങ്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കാനഡയ്ക്ക് പിന്നാലെ ചൈനയും. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ 34% പുതിയ തീരുവ ഏർപ്പെടുത്തുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിക്കെതിരെ ശക്തമായി ചൈന ഒരുങ്ങുകയാണ്. രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന വ്യാപാര യുദ്ധം ആഗോള മാന്ദ്യത്തിന് കാരണമാകുമെന്നും സാമ്പത്തിക വിപണികളിൽ പുതിയ കോളിളക്കമുണ്ടാക്കുമെന്നും ആശങ്ക ശക്തമാകുന്നു. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 34% അധിക തീരുവ ചുമത്തിക്കൊണ്ടാണ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ബീജിംഗ് പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികളാണ് അമേരിക്കയും ചൈനയും. ഇവർ തമ്മിലുള്ള വ്യാപാര ശത്രുത നിക്ഷേപകരുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന് IMF മുന്നറിയിപ്പ് നൽകിയിരുന്നു. 16 US സ്ഥാപനങ്ങളെ കയറ്റുമതിയുടെ നിയന്ത്രണ പട്ടികയിൽ ചേർക്കാനും മറ്റ് 11 സ്ഥാപനങ്ങളെ വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളായി തരംതിരിക്കുവാനുമുള്ള പദ്ധതികളും ബീജിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗോള ഓഹരി വിപണിയിൽ ഇന്ന് വൻ ഇടിവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ലോകത്തെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്ന് നിക്ഷേപകർ ഭയപ്പെടുന്നു. ഇതേ തുടർന്ന് കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവിന് ലോക ഓഹരി വിപണി ഇന്ന് സാക്ഷ്യം വഹിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന്റെ 2ാം ദിനവും അമേരിക്കയിലെ 3 പ്രധാന ഓഹരി സൂചികകളിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൗ ജോൺസ് 2231 പോയിന്റ് ഇടിഞ്ഞു. S&Pയും നാസ്ഡാക്കും 5% മേൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2022 ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് നാസ്ഡാക്ക് നേരിട്ടത്. അമേരിക്കയുടെ തീരുവകൾക്കെതിരെ ചൈനയും കാനഡയും തിരിച്ചടിച്ചതോടെയാണ് ഓഹരി വിപണിയിൽ പ്രതിസന്ധി രൂക്ഷമായത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് കാനഡ 25% തീരുവ പ്രഖ്യാപിച്ചതിനു പിന്നാലെ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചൈന 34% തീരുവ ചുമത്തിയിരുന്നു. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന ധാതുക്കളിലും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെ ലംഘനമാണെന്നും ചൈന ആരോപിച്ചു.
മറ്റു രാജ്യങ്ങളിലെ വിപണികളിലും തകർച്ച ദൃശ്യമായി. ബ്രിട്ടനിലെ FTSE 5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ഓഹരി വിപണികളിലും ഏഷ്യൻ വിപണികളിലും സമാനമായ ഇടിവ് ഉണ്ടായി. അതിനിടെ അമേരിക്കൻ ഓഹരി വിപണിയിലെ തകർച്ച താൽക്കാലികം മാത്രമാണെന്നും വിപണി വൈകാതെ കുതിച്ചുയരുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ പകരച്ചുങ്കം വ്യാപാര യുദ്ധത്തിന് ഇടയാക്കുകയാണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും കടന്ന് വഖഫ് ഭേദഗതി ബിൽ. രാജ്യസഭയിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമാകാൻ രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് ശേഷിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ്. ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പത്ത് പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയും സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി. നിയമ ഭേദഗതിയെ എതിർത്ത കേരളത്തിലെ MP-മാരെ വിമർശിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് കയ്യടി. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നും മുനമ്പം സമരസമിതി അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ പാസ്സായിരുന്നു. 232 വോട്ടിനെതിരെ 288 വോട്ടോടെയാണ് പാസ്സായത്. 14 മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമാണ് ബിൽ ലോക്സഭ കടന്നത്. രാജ്യസഭയിലും മണിക്കൂറുകൾ ചർച്ച നീണ്ടു. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിന് തള്ളി. KC വേണുഗോപാൽ, ET മുഹമ്മദ് ബഷീർ, K രാധാകൃഷ്ണൻ, NK പ്രേമചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി. ബിൽ പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്ന് പ്രതിപക്ഷം വാദിച്ചു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവകാശങ്ങൾ നിഷേധിക്കുവാനും ശ്രമിക്കുകയാണെന്നും ഭരണഘടനയ്ക്കെതിരെ 4D ആക്രമണം നടത്തുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.